നമ്മുടെ ചുറ്റുമുള്ള ആ ഒരു ചെറിയ ലോകമാണ് ലോകം എന്നാണ് നമ്മൾ വിചാരിച്ചത്. നമുക്ക് പോകാൻ കഴിയുന്ന ഒരുപാട് തലങ്ങളുണ്ട്, ഒരുപാട് തലങ്ങൾ. നമ്മുടെ മനസ്സ് ഒരു കൂട്ടിനുള്ളിലാണ്. ആ കൂടാണ് നമ്മുടെ ചുറ്റുപാട്. എന്നാൽ നമ്മുടെ ആത്മാവ് കൂടിനുള്ളിലല്ല. നിങ്ങൾ ഒന്ന് തുറന്നു വിട്ടാണ്ടല്ലോ, നിങ്ങൾ അതിനെ ഒന്നങ്ങ് തുറന്നു വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പൊക്കോളും അങ്ങോട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ പോയി വരാം. ടൈം ട്രാവൽ ചെയ്യാൻ പറ്റും. മുൻകാലങ്ങളിൽ പോയി എന്താണ് അന്ന് നടന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. വരുന്ന കാലത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ സോളിനെ നിങ്ങൾ അവേക്കൻ ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങൾ തേച്ച് മിനുക്കി വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ, നിങ്ങളുടെ കണ്ണാടിയിൽ പറ്റിയിരിക്കുന്ന ആ പൊടി നിങ്ങൾക്കൊന്ന് തുടച്ചു കളയാൻ കഴിഞ്ഞാൽ, അതിന് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഇരുട്ടിൽ ഓടുന്നത് നിങ്ങൾ നിർത്തണം. ഇരുട്ടിൽ ഓടരുത്. നിങ്ങൾ ഓടിയാൽ തപ്പിത്തടഞ്ഞ് വീഴും. അവിടെയാണ് നിങ്ങൾ നിശ്ചലരാവേണ്ടത്, നിശബ്ദരാകേണ്ടത്. കാരണം നിങ്ങൾ എവിടെ നിൽക്കുന്നോ, പട്ടി കടിക്കാൻ വരുമ്പോ നിൽക്കും പോലെയാ. ശ്രദ്ധിച്ച് കേട്ടോളണം. പട്ടി കടിക്കാൻ വരുമ്പോ ഒറ്റയടിക്ക് നിന്ന് കഴിഞ്ഞാൽ പട്ടി അവിടെ തന്നെ നിൽക്കും. അതുപോലെ തന്നെയാണ് ഇരുട്ടിൽ ഓടണത്. നിങ്ങൾ ഇരുട്ടിൽ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇരുട്ട് നിങ്ങളുടെ ശത്രു അല്ലാതായി മാറും, നിങ്ങളുടെ അധ്യാപകനായി മാറും. അങ്ങനെയാണ് നമ്മൾ വെളിച്ചത്തെ സ്പർശിക്കേണ്ടത്. യഥാർത്ഥ വെളിച്ചത്തെ. പകല് കാണുന്ന വെളിച്ചമല്ല യഥാർത്ഥ വെളിച്ചം. നിങ്ങളുടെ ഉള്ളിലുള്ള വെളിച്ചമാണ് യഥാർത്ഥ വെളിച്ചം. ദുഃഖം വരുമ്പം അതിനെ മോശമായിട്ട് നിങ്ങൾ മുദ്ര കുത്തരുത്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ വലിയ തെറ്റ് ചെയ്തു, പാപമായി പോയി എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ദേഷ്യമൊക്കെ മനുഷ്യർക്ക് വരും. സാറ് ദേഷ്യപ്പെടൂല. സാറ് ക്ലാസ് എടുക്കുമ്പോ പോലെ ജീവിതകാലം മുഴുവൻ ഇരിക്കണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഞാനും ദേഷ്യപ്പെടും. ദേഷ്യപ്പെടുന്നത് പാപാന്ന് ആരാ പറഞ്ഞത്? മനുഷ്യന്റെ ഉള്ളൊരു വികാരമാണത്. ചില സമയത്ത് ദേഷ്യം വരും, അല്ലെ? പക്ഷേ ദേഷ്യം അതിരുവിടാൻ പാടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യം. നമ്മൾ വിചാരിക്കേണ്ടത് ഈ പറയുന്ന ദുഃഖവും സങ്കടവും വിഷമവും ദേഷ്യവും കോപവും ഇതൊന്നും പാപോ അല്ലെങ്കിൽ ഭൂതങ്ങളോ ഒന്നുമല്ല. നിങ്ങളെ ഒന്ന് ഉണർത്താൻ, നിങ്ങളുടെ ആത്മാവിനെ തൊട്ടുണർത്താൻ വന്നിരിക്കുന്ന സന്ദേശവാഹകരാണ്. ഊൺസ്. അവിടെയാണ് നിങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ഭൂതങ്ങളല്ല. അത് നിങ്ങളൊന്ന് ഉണർത്താൻ വേണ്ടി വന്നേക്കണാണ്. നിങ്ങളൊന്ന് ഉണർത്താൻ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് രാത്രിയുടെ വിശാലതയിൽ നിങ്ങൾ ചന്ദ്രനെ ഒക്കെ നോക്കിയിരുന്നിട്ട് നിങ്ങൾ ആ ഒരു നിശബ്ദത, നിശ്ചലത ഒന്ന് അനുഭവിച്ചു നോക്കുക. നിശ്ചലത. ആ ഇരുട്ടിൽ നിങ്ങളുടെ ഉള്ളിൽ സൗമ്യമായ, അതിശക്തമായ, നിങ്ങൾ ഒരുക്കുന്നതല്ല, സൗമ്യമായ ആ നിലാവിന്റെ വെളിച്ചം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പുറത്തുള്ള ഒന്നിനെയും ആശ്രയിക്കേണ്ടാത്ത ഒരു വെളിച്ചം. പുറത്തുള്ള ഒന്നിനും നിങ്ങൾ ആശ്രയിക്കേണ്ടി വരില്ല. നിങ്ങൾ ഡിവൈനിറ്റിയുമായി കണക്റ്റായി നിങ്ങളുടെ പ്രകാശം നിങ്ങൾ യഥാർത്ഥത്തിൽ കണ്ടെത്തി കഴിഞ്ഞാൽ, നിങ്ങളുടെ സോളിന്റെ, നിങ്ങളുടെ മനസ്സിന്റെ ശക്തി നിങ്ങൾ ആ കണ്ടെത്തലിലേട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴാണ് ആ പ്രകാശം വരുന്നതെന്ന് പറയാൻ കഴിയില്ല. എപ്പോഴാണ്? ചിലർക്കൊക്കെ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ചിലർക്ക് ചില അനുഭവങ്ങൾ, ചില എക്സ്പീരിയൻസുകൾ ഉണ്ടാകുന്നുണ്ട്. ഈ എക്സ്പീരിയൻസുകളൊക്കെ നിങ്ങളെ ശുദ്ധീകരിക്കുന്നുണ്ട്. നിങ്ങളുടെ ആത്മാവിനെ പ്യൂരിഫൈ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് എക്സ്പീരിയൻസുകൾ.